വണികുളം ത്രാങ്ങാലിയിൽ വീടിനു വേണ്ടി നൽകിയ അപേക്ഷ ഉദ്യോഗസ്ഥരെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ആവശ്യപ്പെട്ടു. മുല്ലയ്ക്കൽ കറുപ്പിൻ്റെ വീട് പി വേണുഗോപാലിനോടൊപ്പമുള്ള നേതാക്കൾ ചേർന്ന് സന്ദർശിച്ചു. 20 വർഷത്തോളമായി മാറിവന്ന ഭരണസമിതിയും കുടുംബത്തോടെ കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്നും വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ത്രാങ്കാലി സ്വദേശികളായ കറുപ്പിന്റെയും മഞ്ജുളുടെയും കുടുംബമാണ് 20 വർഷത്തോളമായി വീടിനു വേണ്ടി കാത്തിരിപ്പ് തുടരുന്നത്. അർഹത ലിസ്റ്റിൽ മുൻപന്തിയിൽ ഇടം നേടിയിട്ടും വീട് ഇതുവരെ കിട്ടിയില്ലെന്ന് കുടുംബം സ്ഥലം സന്ദർശിച്ച നേതാക്കളോട് പറഞ്ഞു. പെയിന്റിംഗ് തൊഴിലാളിയായ കറുപ്പിന്റെ ഏക വരുമാനം കൊണ്ടാണ് 2 പെൺകുട്ടികളടങ്ങുന്ന 4 കുടുംബം ഈ മൺകൂരയിൽ ജീവിച്ചു പോകുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ PMAY പദ്ധതിയിലൂടെ വീട് നൽകുന്നവരുടെ ലിസ്റ്റിൽ ഇവർ ഉണ്ടെന്ന് വിവരം ലഭിച്ചിരുന്നു. ആവശ്യപ്പെട്ട രേഖകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവർക്കൊപ്പം അപേക്ഷ നൽകിയ മറ്റെല്ലാ കുടുംബങ്ങൾക്കും വീട് ലഭിച്ചു. തനിക്ക് മാത്രം കിട്ടാതായതെന്തെന്ന് അന്വേഷിച്ചപ്പോൾ രേഖകൾ നഷ്ടപ്പെട്ടു എന്ന മറുപടിയാണ് ലഭിച്ചത് എന്ന് മഞ്ജുള BJP നേതാക്കളോട് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലിനോടൊപ്പം ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറി P ജയരാജ്, വെസ്റ്റ് ജില്ലാ സെക്രട്ടറി സുമ ബാബു, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് T ബാബു, ഏരിയ പ്രസിഡന്റ് P സുനിൽകുമാർ, മണിശ്ശേരി ഏരിയ പ്രസിഡന്റ് രാജു ആറംകുളം, ഏരിയ ജനറൽ സെക്രട്ടറി രാകേഷ്, BJPയുടെ വാർഡ് മെമ്പർ തുടങ്ങിയവരാണ് കുടുംബത്തെ സന്ദർശിച്ചത്. അപ്പോൾ വ്യക്തിപരമായിട്ട് അവർ രാഷ്ട്രീയം വേറെയാണ് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഈ അർഹതപ്പെട്ട ഈ കുടുംബത്തിന് വീട് അനുവദിക്കാത്ത ഭരണസമിതി, അത് വണികുളം പഞ്ചായത്ത് തുടർച്ചയായി ഭരിക്കുന്ന ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന് ഒരു മാറ്റം ഉണ്ടാക്കിയേ തീരും. അതോടൊപ്പം തന്നെ അവിടെ കൊടുത്തിട്ടുള്ള രേഖകൾ കാണാനില്ല എന്ന് പറയുന്നത് അതൊരു ക്രിമിനൽ കുറ്റം കൂടിയാണ്. അപ്പോൾ അതിന് തക്കതായുള്ള നടപടി എടുക്കണം. എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് വീട് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. സമാനമായുള്ള സംഭവങ്ങൾ ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ ആളുകളുടെയാണ് ഇതുപോലെ രേഖകൾ നഷ്ടപ്പെട്ടെന്നറിയില്ല. ഇവർ കൊടുക്കുന്ന രേഖകൾ മറ്റെന്തെങ്കിലും തിരിമറി ചെയ്യുന്നുണ്ടോ ഭരണകർത്താക്കൾ എന്നറിയുന്നില്ല. അത് ആരുടെ വീഴ്ചയാണ്? അത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ വീഴ്ചയാണോ? അതിലത്തെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണോ? ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണെങ്കിലും അതിന് ഉത്തരവാദികൾ ഭരിക്കുന്ന ആളുകളാണ്. കാരണം ഏത് സംവിധാനത്തിലും ഉദ്യോഗസ്ഥന്മാർ വീഴ്ച വരുത്തിയാൽ അത് ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം നിൽക്കുന്നില്ല, അത് കൃത്യമായി അന്വേഷിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഭരിക്കുന്ന ആളുകൾ അന്വേഷിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഇതുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.